ഹലോ ഫുഡീസ്, ഇന്ന് നമ്മൾ സേമിയ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കാറുള്ള സേമിയ കേസരി. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ ഒരു കപ്പ് സേമിയ ഉണ്ടെങ്കിൽ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സേമിയ കേസരി തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടത് ഒരു കപ്പ് സേമിയയാണ്. ഞാനിവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം അളവ് വരും. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരി കൂടി ഇതിലോട് ചേർത്ത് കൊടുക്കണം. ഉണക്കമുന്തിരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഈ സേമിയ നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റോളം സമയം നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ വറുത്തെടുക്കണം. നമ്മുടെ കേസരി മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം, ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി പാനിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുത്തത് അതേ കപ്പിൽ 1.5 കപ്പ്. 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഈ പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് സേമിയക്ക് 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു കുങ്കുമപ്പൂവ് വെള്ളത്തിൽ ചേർത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ ഒരു ഡ്രോപ്പ് ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സേമിയ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് സേമിയ എടുക്കുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് സേമിയ നന്നായി കുറുകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ചൂടോടെ തന്നെ നമുക്ക് ഈ സേമിയ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ചൂടോടെ തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോകും. ഇനി ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ സ്പൂൺ ചെയ്ത് നന്നായി പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നല്ലോണം പ്രസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കമഴ്ത്തിയെടുക്കാം. ഇനി നമുക്ക് ഒരു കത്തി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സുഖമായിട്ട് മുറിച്ചെടുക്കാം.
ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ എണ്ണക്കടികളൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്